തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 21-ന്. നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഡിസംബർ 20-ന് അവസാനിക്കും. ഹാൻസ് ജോൺ ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഇറങ്ങിയോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും സ്വാതി, തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള അനുപമ TV ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ സമിതിയുടെ കാലാവധി ഡിസംബർ 20-നാണ് അവസാനിക്കുന്നത്. പിറ്റേ ദിവസം ഡിസംബർ 21-ന് തിരഞ്ഞെടുക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കോ അല്ലെങ്കിൽ അധികൃതർക്കോ ആയിരിക്കും. ശേഷം അന്നേ ദിവസം ഏതെങ്കിലും ഈ തദ്ദേശ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അതാത് സ്ഥാപനങ്ങളിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുത്തതിനു ശേഷം അദ്ദേഹമായിരിക്കും ആദ്യത്തെ സത്യപ്രതിജ്ഞ ചെയ്യുക. പിന്നീട് അദ്ദേഹത്തിന്റെ കീഴിൽ മറ്റുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്യും. ശേഷം ആദ്യത്തെ കൗൺസിൽ യോഗം ചേരും. ആ കൗൺസിലിൽ വെച്ചിട്ടായിരിക്കും ആ ഭരണസമിതിയുടെ മേയർ ആവട്ടെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആവട്ടെ പ്രസിഡന്റ് മറ്റ് അധ്യക്ഷ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി എന്നാണ് നടക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ഈ ഡിസംബർ 20-ന് ഭരണസമിതികളുടെ കാലാവധി അവസാനിക്കാത്ത ചില തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അത് പ്രധാനമായും മലപ്പുറത്താണ്. മലപ്പുറത്ത് 2 ബ്ലോക്ക് പഞ്ചായത്തും ഒപ്പം 6 ഗ്രാമപഞ്ചായത്തുകളുടെയും കാലാവധി ഡിസംബർ 20-നല്ല അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ തീയതി എന്നായിരിക്കുമെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. സ്വാതി. ശരി ഹാൻസ്.